നീ ഇവിടെ നിൽക്ക്, ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. ശശി, ശശി ചേട്ടാ, എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ വഴി പോകുന്ന എങ്ങനെ കണ്ടോ? ഇല്ല, എനിക്കറിയില്ല. ചേട്ടാ, ഒരു പെൺകുട്ടി ഇത് കൂടെ പോകുന്നുണ്ടോ? ഒരു കുട്ടി ഇപ്പോഴാണ് ഓട്ടോയിൽ കയറി പോയത്. ഓട്ടോയിലോ? ആ, പറയടാ. ശശി, what a sexy girl. നീ സുന്ദരിയാണല്ലോടി. Who is this? എന്റെ പേരറിയണോ അതോ നിന്റെ വീഡിയോ വേണോ? വീഡിയോ? ഏത് വീഡിയോ? ഓ സോറി, വീഡിയോ അപ്പൊ നിന്റെതല്ലേ? ഓക്കെ, റോങ് നമ്പർ. ബൈ. ഹലോ പ്ലീസ്, നിങ്ങൾ ആരാ? എന്താ വേണ്ടേ? നീ വേണം, അതായത് വീഡിയോയിലിരിക്കുന്നത് പോലെ വേണം. ബട്ട് ഐ പ്രോമിസ്, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യില്ല. വരിക, എന്റർടൈൻമെന്റ് ചെയ്യുക, ഫോണും വാങ്ങിച്ചിട്ട് പോവുക. നിനക്കൊരു 1/2 മണിക്കൂർ സമയം. അഡ്രസ് ഓൾറെഡി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ബൈ. അശോക്? Yes, Miss Sashi, it's me. പ്ലീസ് അശോക്, ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഒരു ഫ്രണ്ടിന്റെ സ്ഥാനത്ത് ചോദിച്ചാൽ നീ സമ്മതിക്കോ? നോക്ക് ശശി, ഓഫീസിൽ 1 മണിക്കൂർ സമയം ചോദിച്ചിട്ട് വന്നത്. ടൈം വേസ്റ്റ് ചെയ്യല്ലേ? ജസ്റ്റ് ഹാഫ് ആൻ അവർ. പ്ലീസ് അശോക്, don't do this to me. നീ വിചാരിക്കുന്ന പോലെ അത്ര മോശക്കാരനൊന്നുമല്ല ഞാൻ. എനിക്ക് ദിവസമൊന്നും വേണ്ട, ജസ്റ്റ് 1 ഡേ. അത് മാത്രമല്ല, വെറും 1/2 മണിക്കൂർ. What a tempting video. പെട്ടെന്ന് തന്നെ യൂട്യൂബിലിട്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് 10 മില്യൺ വ്യൂസ് കിട്ടുന്ന വീഡിയോ നിന്റേത്. ഇതാണോടെ നിന്റെ ഫ്രണ്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? എടാ പന്നെ, ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇതാണോ? എടുക്കടാ, വീഡിയോ പുറത്തെടുക്കടാ, ഫോൺ എടുക്ക്. ആ വീഡിയോ എന്റെ കയ്യിലില്ല. അയ്യോ, കള്ളോ ശിവ? കുറച്ചു നേരം മുൻപ് അവനെ എടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടതാ. സത്യമായിട്ട് എന്റെ കയ്യിലില്ല. അവളുടെ പേടി കണ്ടപ്പോ വെറുതെ വീണ്ടും പേടിപ്പിക്കാൻ തോന്നി. സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫോൺ നോക്കിയോ. കണ്ടോ, ഫോൺ മുഴുവൻ പെണ്ണുങ്ങളാ. ഇവരെയൊക്കെയാണ് നീ ഫ്രണ്ടാന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത്. എന്നിട്ട് എന്നെ പോലുള്ളവരൊന്നും വിശ്വസിക്കത്തുമില്ല. നീ സ്വയം തന്നെ തീരുമാനിച്ചിട്ട് ബാക്കിയുള്ള ആമ്പിള്ളേരൊക്കെ മോശമെന്ന് പറയും. അത് ഞങ്ങളുടെ വിധി. കൂട്ടുകാരനാണ് പോലും. ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് സൊല്യൂഷനാ കണ്ടുപിടിക്കേണ്ടത്, അല്ലാതെ ആ പ്രോബ്ലം വലുതാക്കില്ല. തോന്നിയടാ. ശിവ, നിന്റെ ഫ്രണ്ട് ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ അളിയാ, നമ്മുടെ നാട്ടിൽ രാജീവൻ ഒരുത്തിനെ നിനക്കറിയില്ലേ? അതെ. അവനിപ്പോ കാറിലൊക്കെയാടാ കറങ്ങുന്നേ. എന്റെ സിറ്റുവേഷൻ അറിയാതെ നീ എന്തൊക്കെ ഈ പറയുന്നേ? എടാ പറയുന്നേ കേക്കടാ, അവന്റെ ജോലി എന്താ നിനക്കറിയോ? ഇതുപോലുള്ള വീഡിയോ എല്ലാം കളക്ട് ചെയ്ത് വെബ്സൈറ്റിൽ കൊടുക്കുന്നതാ. എല്ലാ വ്യാഴാഴ്ചയും ഇങ്ങനെ കുറെ വീഡിയോ കളക്ട് ചെയ്ത് വെള്ളിയാഴ്ച കൊണ്ട് വെബ്സൈറ്റിൽ ഇടും. ഇന്ന് വെള്ളിയാഴ്ചയാ, ഒരുപക്ഷെ നിന്റെ വീഡിയോ. എടാ, ഇപ്പൊ അവൻ എവിടെ കാണും? ഇതുവരെ എനിക്ക് വീഡിയോ വന്നിട്ടില്ല. വൈകുന്നേരത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. എന്നെപ്പറ്റി അറിയാമല്ലോ നിനക്ക്. രാംകുമാർ, എടാ ശിവ, നിനക്ക് സുഖാണോ? എടാ, ഇപ്പൊ ബുള്ളറ്റ് ബായ് ഫോൺ ചെയ്ത് എല്ലാ കാര്യവും പറഞ്ഞടാ എന്നോട്.
എന്താ പറഞ്ഞേ? ആ നിന്റെ ഓഫീസിൽ ഒരു പെണ്ണിന്റെ വീഡിയോ കുറിച്ചാ പറഞ്ഞേ. ശരി നീ വന്നേ, കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലടാ ബുള്ളറ്റ് ബായ് എന്തു പറയുന്നു? സുഖമാണോ പുള്ളിക്ക്? പണി നടക്കട്ടെ. ഈ ആഴ്ച തന്നെ ഒരു 36 വീഡിയോ വന്നടാ. സത്യം പറഞ്ഞ ഇത് ആരെയും കാണിക്കാൻ പാടില്ല. എന്റെ പാർട്ട്ണർ പറഞ്ഞ കൊന്നുകളെ തന്നെ. അത് മാത്രല്ല നീ എന്റെ നാട്ടുകാരനല്ലേ, പിന്നെ ബുള്ളറ്റ് ബായിയുടെ റെക്കമെൻഡേഷനും. വന്ന് കാണടാ, വാടാ. ശരി നീ അവിടെ ഇരുന്ന് കാണാം. നിങ്ങൾ വാടാ, നമുക്കൊന്ന് വലിച്ചിട്ട് വരാം. ഇച്ചതി വരുമെന്നു മനസ്സൊന്നും തന്നെ ചെറു മാത്രം കാണുന്നില്ലേ? കള്ളം ചെയ്താൽ പിടിക്കലെന്നാണോ കൺപൂ പൂട്ടി ചൊല്ലുന്നാരോ? ഒരു നാളേതോ പൂതേരേറി ഇന്നത് കൊടുങ്കാറ്റായി. പകലും രാത്രിയും തേടാനായി ഇച്ചറ കടലോ പിന്നോട്ടായി. താണ്ടിന്നും പണ്ടാരാണ്ട് തരികിടതോം തോം ചാടുന്നാരോ? നാവിലെരിവിന് ചില്ലി പോലെ ഇതിലെന്തായോ? നവറുണ്ടായോ, ഹക്കുണ്ടായോ, കിസ്സുണ്ടായോ? ഡേറ്റിംഗ് കണ്ടു, ചാറ്റിംഗ് കണ്ടു, എൻജോയ് ആയതേ കണ്ടത്. കൺപൂ കാണൂ എന്തോ സെറ്റ്. ആരാണോ മൊത്തം കണ്ടായോ? കണ്ടായേ കാണണ്ടായേ എന്താണ് ഈ കാണുന്നാകെ? ചൊല്ലില്ലെങ്ങും കണ്ടത് കണ്ടു, അറിയാ പെണ്ണത് ചൊല്ലണ്ടെങ്ങും. ചാറ്റും കാണേ തെളിവിനാകാം ലിസ്റ്റില്ലാരോ കാണും നേരം. പാർക്കിൽ കാണും, ബസ്സിൽ കാണും, ഏതൊരു വളവിലും തെളിവുണ്ടാകും. മേലെ സ്ഥാനം താഴെ പോരും, ഞാൻ ഇന്നെങ്ങോ മുങ്ങിപ്പോകും. ബസ്സായാലും ബസ്സായാലും ഓടികൾ എന്നെ കൈവിട്ടു. എന്തുണ്ടാമി 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 എന്തുണ്ടാമി? നിക്കണം എങ്ങനെ ഈ പണി ചെയ്തിട്ട് എവിടെ പടവിൽ തിരക്കുന്നാരോ? ശിവ, ഇന്നലെ നമ്മൾ പാർക്ക് എടുത്ത ഫോട്ടോ എനിക്ക് അയച്ചേ. DP മാറ്റാൻ വേണ്ടിയാ. എടാ ഫോൺ അവിടെ തന്നെ ഉണ്ട്, നീ അയച്ചോ. ശിവ, ഇതെങ്ങനെ റെക്കോർഡായി? കൊള്ളാല്ലേ? ഡിലീറ്റ് ചെയ്. ശിവ, നീ അത് ഡിലീറ്റ് ചെയ്തേ. മിണ്ടാതിരിക്കും ശശി. ബോറടിച്ചിരിക്കുമ്പോ ഇതൊക്കെ നമ്മുടെ ഉന്മേഷം കൂട്ടല്ലേ ഉള്ളൂ. അത് വിട്, ഞാൻ നോക്കിക്കോളാം. ശരി കേട്ടാ. എന്താടാ വല്ലതും കിട്ടിയോ? സോറി രാംകുമാർ. ഇതിനൊക്കെ നീ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോടാ? എന്തിനാ സോറി പറഞ്ഞു? സോറി പറഞ്ഞൊക്കെ എന്തോ ഉണ്ടല്ലോ. അയ്യോ What do you want, ma'am? കൊച്ചിയിൽ ഇന്നലെ നടന്ന സംഭവത്തിന്റെ വിഷമം കെട്ടടങ്ങുന്നതിന് മുൻപ് ഹൈദരാബാദിൽ മറ്റൊരു രഹസ്യ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കമിതാക്കളാണോ, ലിവിംഗ് ടുഗദർ ആണോ, നവവധൂവരന്മാരാണോ എന്നുള്ള കാര്യം അറിയില്ല. ഇനി ആരാണെങ്കിലും സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്ത് വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആവേശത്തിന്റെ പുറത്ത് അവർ ചെയ്ത കുറ്റമാണോ, അതോ മാതാപിതാക്കളുടെ അശ്രദ്ധയാണോ? ശശി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഓഫീസിലുള്ള എല്ലാവരും നിന്റെ ബോഡി സ്ട്രക്ചറിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ ശിവ, ലക്കി ബോയ്. ശശി, വാട്ട്സ് റോങ് വിത്ത് യു? നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചതേയില്ല. അങ്കിളും ആന്റി ഈ കാര്യം അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് അറിയാലോ. ഇനി ആരാണെങ്കിലും സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്ത് വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ ഒരു വീഡിയോ എന്തിനാണ് പുറത്തുവിട്ടത്? അവരെന്തിനാണ് ഇങ്ങനെ പരീക്ഷിച്ചത്? വിവരമറിഞ്ഞ മാതാപിതാക്കൾ എങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കും? സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി പെൺകുട്ടികൾ ഇതേ ചതിക്കുഴിയിൽ തന്നെ വീണുകൊണ്ടിരിക്കുന്നു. ഇതുപോലെയുള്ള അശ്ലീല വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്നതിന് മുൻപ് സ്വന്തം മാതാപിതാക്കളെ കുറിച്ചും സ്വന്തം ജീവിതത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. Coffee.